ഓൺലൈനിൽ കയറി കാണിക്കാല്ലേ ന്യൂസിലാണ് കാണിച്ചത്. വാല്യുവേഷൻ വരെ മറ്റേ ഇതടക്കം അങ്ങനെ നടക്കുന്നത്. വാല്യുവേഷൻ പോലെ അല്ല, വാല്യുവേഷൻ ഇല്ല, വൈവ വൈവ ആ കുഴപ്പമുണ്ടാവില്ലായിരിക്കും. എല്ലാം സംസാരിക്കാൻ നല്ല ആള് തരുന്നത് നിർബന്ധമാണെങ്കിൽ മാറ്റിക്കണം. നിർബന്ധമല്ല, ചെയർമാനാണ് നിർബന്ധം. അപ്പോൾ ഇതിപ്പോ ആള് മെമ്പർ മാത്രമല്ല, ഇതൊരു മെമ്പർ മാത്രമാണ് വെച്ചോളൂ. ആള് അവിടെ നിർബന്ധമുള്ള ഒരാളല്ല, മാനേജർ പക്ഷെ നിർബന്ധമുള്ള. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മൾ മുന്നോട്ട് പോയിട്ട് കൊണ്ടുവരും. ആളെ നമുക്ക് ഓൺലൈനിൽ കയറ്റാൻ വളരെ കയറ്റി. ആള് പറഞ്ഞപ്പോ മറ്റേ ആളുമില്ല, അപ്പൊ എല്ലാവരും മാഷ് മറ്റേ ആള് ഒഴിവാക്കണ്ട. ആള് അതെ അതെ, അല്ല ഒഴിവാക്കണ്ട. അതെ അതെ, ഓൺലൈൻ കയറ്റാം. ആ ഫുൾ കോറം കേട്ടെ കഴിഞ്ഞു. മിനിറ്റ്സ് ഉണ്ടാകണം. അവസാന റെക്കമെൻഡേഷൻ അവർക്ക് സെപ്പറേറ്റ് ഷീറ്റ് അതൊക്കെ ക്ലാസ്സിലേക്ക് നമ്മൾ തുടങ്ങുകയാണ്. കാണാമല്ലോ അല്ലേ? നിങ്ങൾക്കൊരു ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒരു ഫോട്ടോ അയച്ചു തന്നിരുന്നു. നിങ്ങളത് വായിച്ചിരുന്നോ? ആർദ്ര ജി കെ വായിച്ചിരുന്നോ? ആർദ്ര ടി കെ ഇല്ലേ? ആർദ്ര ഷാജു പറ. വായിച്ചിരുന്നോ? കിട്ടുന്നില്ല. ആർദ്ര ഷാജു സൗണ്ട് കേൾക്കുന്നില്ല കേട്ടോ. അരുണിമ വായിച്ചിരുന്നോ? ജോയൽ വായിച്ചിരുന്നോ? വായിച്ചു സാർ. ഗൗതം കൃഷ്ണ സാർ വായിച്ചിരുന്നോന്ന്? ഇല്ല സാർ. എന്ത് പറ്റി? ഞാനതിനെ നേരത്തെ തരുന്നത് സാർ എടുത്ത് കഴിയുമ്പോ നോക്കാന്ന് വെച്ചിട്ടാ. വായിച്ചിട്ട് വരാൻ വേണ്ടിട്ടല്ലേ? അപ്പോഴല്ലേ ഡിസ്കഷൻ നമുക്ക് കുറച്ചും കൂടി. സോ നമുക്ക് വളരെ പ്രിലിമിനറി ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഒരു പുസ്തകത്തിൽ, ഞാനിത് നിങ്ങളുടെ പുസ്തകത്തിൽ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇനി ഇത് റൊഹാഡ്ജിയുടെ പുസ്തകത്തിലെ ഒരു ഭാഗങ്ങളാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. X1 extracts X and B a sequence of 5 random variables with a common PDF f theta of x. In this section we study Wahl's sequential probability ratio test for testing simple hypothesis H naught x follows f of f theta naught. Again a simple alternative H1 x follows f theta 1 when the observations are taken sequentially. നമ്മൾ ഇന്നലെ പറഞ്ഞു എങ്ങനെയാണ് അത് സീക്വൻഷ്യലായിട്ട് എടുക്കുന്നതിൻ്റെ ക്രൈറ്റീരിയ എന്താണെന്നൊക്കെ മനസ്സിലായില്ലേ? ലെറ്റ് എഫ് തീറ്റ നോട്ട് ആൻഡ് എഫ്
1n. F not n and f 1n denotes ഒരു മിനിറ്റ് ഞാൻ ഒരു വേറെ ഒന്നും കൂടി ഓപ്പൺ ആക്കിയോട്ടെ, ഏതാ ക്ലാരിറ്റി ഉള്ളതെന്ന് നോക്കട്ടെ. കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. അത് ഓണായി പറ്റപ്പോഴത്തേക്ക് നോക്കാം. So this is the joint probability density or mass function f dot n I n f x1 x2 xn that equal to product I from 1 to n f theta I xi. So let us write lambda n of x1 x2 xn equal to f1n x divided by f0n x. So this is actually likelihood function f of x1 x2 xn. അത് അണ്ടർ ഓൾട്ടർനേറ്റീവ് ആണ് മുകളിൽ കിടക്കുന്നത്, അണ്ടർ നൾ ഹൈപ്പോസ് ആണ് താഴെ കിടക്കുന്നത്. അപ്പോൾ അതാണ് ലാംഡ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആൻഡ് എക്സ് ഈസ് ദ വെക്ടർ x1 x2 xn. So what is the criteria of sequential probability ratio test? Sequential പ്രോബബിലിറ്റിയുടെ റിക്വയർമെൻറ്റ് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്താണ് അല്ലേ, ഒരു 1-2 അതിൻ്റെ പുസ്തകത്തിൽ നിന്ന്. അപ്പോൾ എന്താണ് ടെസ്റ്റ്? നമ്മൾ സീക്വൻഷ്യൽ പ്രോബബിലിറ്റി റേഷ്യോ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നൾ ഹൈപ്പോസ് ഉണ്ട്, ഓൾട്ടർനേറ്റീവ് ഹൈപ്പോസ് ഉണ്ട്, അത് റിജക്റ്റ് ചെയ്യും, അക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യും. 3 സാധ്യതകളാണുള്ളത്. ഒന്നെങ്കിൽ ഹൈപ്പോസ് റിജക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഹൈപ്പോസ് അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഹൈപ്പോസ് അടുത്ത ഒരു ഡാറ്റ ഒരു ഒബ്സർവേഷൻ കൂടി എടുത്തുകൊണ്ട് പിന്നെ വീണ്ടും ആക്സെപ്റ്റൻസ് ആണോ റിജക്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാം. അതാണ് നമ്മുടെ പ്രൊസീജിയർ, സീക്വൻഷ്യൽ പ്രോബബിലിറ്റി മെത്തേഡ്. സോ വി ഹാവ് ടു കമ്പ്യൂട്ട് lambda n x1 x2 xn that is equal to f1n x divided by f0n x. And if this is greater than or equal to some a is a constant, then stop and reject the null hypothesis. അതാണ് നമ്മുടെ ഒരു ഡിസിഷൻ റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഡിസിഷൻ റൂൾ? ഡിസിഷൻ റൂൾ എന്താണ്? ഇഫ് ലാംഡ എൻ ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ, വി സ്റ്റോപ്പ് ദ സെലക്ഷൻ ഓഫ് സാമ്പിൾസ് ആൻഡ് റിജക്ട് ദ null hypothesis. And if lambda n of x is less than or equal to b, then stop the sample selection and accept the null hypothesis h0, അതായത് reject h1. And if b less than lambda n of x less than a, continue the sampling by taking another observation xn plus 1. മനസ്സിലായില്ലേ? അപ്പോൾ ഇഫ് ലാംഡ എൻ ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ ആണെങ്കിൽ നമ്മൾ റിജക്റ്റ് ചെയ്യും, നൾ ഹൈപ്പോസ് റിജക്റ്റ് ചെയ്യും. ഇഫ് ലാംഡ എൻ ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണെങ്കിൽ നൾ ഹൈപ്പോസ് അക്സെപ്റ്റ് ചെയ്യും. ഇൻ ബിറ്റ്വീൻ ബി ആൻഡ് എ ആണെങ്കിൽ നമ്മൾ വിൽ കണ്ടിന്യൂ ദ സാമ്പിളിംഗ് പ്രൊസീജിയർ ബൈ ടേക്കിംഗ് അനദർ ഒബ്സർവേഷൻ എക്സ് എൻ പ്ലസ് 1. അതാണ് റൂൾ എന്ന് പറയുന്നത്, പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പ്രൊസീജിയർ? റോസ്മിയ പറ, എന്താണ് പ്രൊസീജിയർ? റോസ്മിയ 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 കേൾക്കുന്നില്ലേ? നേഹ നേഹ ഹലോ, ആരാ പറയാമെന്ന്? റോസ്മിയാണോ പറയാ? നേഹ പറയും. എന്താണ് പ്രൊസീജിയർ? ഞാനിപ്പോ പറഞ്ഞ പ്രൊസീജിയറിൽ ഇപ്പൊ ലാംഡ
ലാംഡ ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഇസ് ഈക്വൽ ടു എ ആണെങ്കിൽ സ്റ്റോപ്പ് ചെയ്തിട്ട് ഹൈപ്പോത്തിസിസ് റിജക്ട് ചെയ്യും. ഇപ്പൊ ലാംഡ എക്സ് ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു ബി ആണെങ്കിൽ സ്റ്റോപ്പ് ചെയ്തിട്ട് ഹൈപ്പോത്തിസിസ് ആക്സെപ്റ്റ് ചെയ്യും, പിന്നെ റിജക്ട് ചെയ്യും. പിന്നെ ബി ലെസ് ദാൻ ലാംഡ ഓഫ് എക്സ് ലെസ് ദാൻ എ നമ്മൾ സാമ്പിളിംഗ് കണ്ടിന്യൂ ചെയ്യും. അതായത് അപ്പോൾ എന്താണ് അപ്പോൾ ഡിസിഷൻ റൂൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്രൈറ്റീരിയ എന്താണ്, എന്തുപയോഗിച്ച് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്? ലാംഡ ഉപയോഗിച്ചിട്ടാണ് ഡിസൈഡ് ചെയ്യുന്നത് അല്ലേ? ലാംഡയുടെ വാല്യൂ എയിനേക്കാളും വലുതാണോ അല്ലെങ്കിൽ ബിനേക്കാളും ചെറുതാണോ അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ ബി ആൻഡ് എ ആണോ നോക്കും ലാംഡയുടെ വാല്യൂ. മനസ്സിലായില്ലേ? ലാംഡ ഉപയോഗിച്ചിട്ട് ലാംഡയാണ് അപ്പോൾ ഡിസിഷൻ റൂൾ എന്ന് പറയുന്നത്. ഡിസിഷൻ റൂൾ ഓക്കെ. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. And A and B are constants which are determined so that the test will have the strength alpha and beta. Alpha എന്ന് പറഞ്ഞാൽ probability of type 1 error and beta equal to what is probability of type 1 error? Alpha is equal to probability of type 1 error, that is the probability of rejecting H0 but H0 is true, and beta equal to probability of type 2 error, that is probability of accepting H0 when H1 is true. അത് രണ്ട് ടൈപ്പ് എറർ ആണല്ലോ. ആ എറർ നമ്മൾ മിനിമൈസ് ചെയ്യും. അതാണല്ലോ നമ്മുടെ സാധാരണ നെയ്മാൻ പിയേഴ്സൺ ലെമ്മയിൽ. എന്താണ് നെയ്മാൻ പിയേഴ്സൺ ലെമ്മയിൽ നമ്മൾ എന്താ ചെയ്യുക? We shall restrict the type 1 error to the level alpha. The maximum probability of type 1 error should be alpha, and we will maximize power. That means we will minimize type 2 error beta. Beta minimizing automatically the power 1 minus beta will be getting maximized. So we have the rule for good most powerful test is we have to minimize, we have to restrict the probability of type 1 error to the level alpha, that is significance level alpha, and we have to minimize the probability of type 2 error, that is equivalent to say that we have to maximize the power 1 minus beta. Okay, so 1 minus beta we have to maximize, so that means beta we have to minimize. So simultaneously we have to minimize alpha and beta. രണ്ട് എററും നമ്മൾ സൈമിൾട്ടേനിയസ്ലി ആയിട്ട് മിനിമൈസ് ചെയ്യണം. അതാണ് നമ്മുടെ അപ്പോൾ എറർ ഫ്രീ ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണല്ലോ മോസ്റ്റ് പവർഫുൾ ടെസ്റ്റ് എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ക്രൈറ്റീരിയയിൽ ആൽഫയും മിനിമൈസ് ചെയ്യണം, ബീറ്റയും മിനിമൈസ് ചെയ്യണം. ദാറ്റ് മീൻസ് ദാറ്റ് ഈസ് ഇക്വലന്റ് ടു സേ ദാറ്റ് ആൽഫ മിനിമൈസ് ചെയ്യുക, അതുപോലെ തന്നെ 1 മൈനസ് ബീറ്റ ദാറ്റ് ഈസ് പവർ മാക്സിമൈസ് ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ മോസ്റ്റ് പവർഫുൾ ടെസ്റ്റ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഏത് റൂൾ വെച്ചിട്ടാണ്? ഏത് റൂൾ? ഇപ്പോൾ ലാംഡ എന്ന് പറഞ്ഞ ഒരു റൂൾ നമ്മൾ എടുത്തു, മറ്റെന്തെങ്കിലും റൂൾ ഉണ്ടെങ്കിൽ അത്, അപ്പോൾ ഏത് റൂളിനാണോ അത് മോസ്റ്റ് പവർഫുൾ ആയിരിക്കും അതിനെയാണ് നമ്മൾ മോസ്റ്റ് പവർഫുൾ ടെസ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? Now we know that the number of selection of samples is a random variable. നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ, അത് എപ്പോഴാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാന്ന് പറയുന്നത്. അതുകൊണ്ട് that number of samples, number of random variables is a random variable. ഹലോ ഹലോ എന്ന് പറയുന്ന റാൻഡം എന്തോ എന്താ പറഞ്ഞത്? എന്റെയാ? എന്റെയാണോ കട്ടാവുന്നേ? വേറെ ആൾക്കെങ്കിലും കട്ടാവുന്നുണ്ടോ? അതെ സാർ. വോയിസ് കട്ടാവുന്നുണ്ട്. കട്ടാവുന്നല്ലേ? ഇവിടെ റേഞ്ച് ഒക്കെ ഉണ്ട്, പക്ഷെ എന്നാലും അറിയില്ല. കുറച്ച് മാറിയിട്ട് നോക്കാം. ഇപ്പോൾ ക്ലിയർ ആണോ? ഇപ്പോൾ ക്ലിയർ ആണോ?
ആ സർ കേൾക്കാം, ക്ലിയർ ആ ആണ്. അത് കുറച്ച് കുഴപ്പമില്ല, റൂമിൻ്റെ ഉള്ളിലായതുകൊണ്ടാണ് പല സമയത്ത് പല ഇതല്ലേ വരിക. സോ നമ്മളെന്താ പറഞ്ഞേ? അപ്പോൾ നമ്മുടെ നെയ്മാൻ പിയേഴ്സൺ ലെമ്മ അല്ലേ, നെയ്മാൻ പിയേഴ്സൺ ലെമ്മയിൽ വി ഹാവ് the type 1 error and probability type 1 error and maximize power. So if n is a stopping random variable, then alpha is equal to, that means the probability of rejecting h naught when h naught is 2, that is p theta naught of, ഇതാണ് റിജക്റ്റ് ചെയ്യുന്ന കണ്ടീഷൻ നമ്മൾ എടുത്തിരിക്കുന്നത് അല്ലേ. എപ്പോഴാണ് റിജക്റ്റ് ചെയ്യാന്ന് പറഞ്ഞത്? വി വിൽ സ്റ്റോപ്പ് ആൻഡ് റിജക്ട് വെൻ ലാംഡ എൻ ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ. സോ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ പ്രോബിലിറ്റി ഓഫ് ദിസ് ഇവൻറ്റ്. സോ ദാറ്റ് ഈസ് ദ so alpha is equal to probability of lambda n of x greater than or equal to a under theta naught, and beta is equal to probability of theta naught. അപ്പോൾ ഇത് അക്സെപ്റ്റ് ചെയ്യാനല്ലേ, അക്സെപ്റ്റ് ചെയ്യാനുള്ള റീജിയൻ നമുക്കിതാണ്, ഇതാണ് അക്സെപ്റ്റൻസ് റീജിയൻ. അപ്പോൾ അതിൻ്റെ പ്രോബിലിറ്റി കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഒരു തിയററ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടം വരെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് വർക്ക് എഴുതുക, എന്നിട്ട് അതൊന്ന് എഴുതി നിങ്ങളുടെ ഇതിൽ സബ്മിറ്റ് ചെയ്യാം കേട്ടോ. Now let us consider z I equal to log of f theta 1 xi divided by f theta naught of xi. Okay. So z1 z2 etc. zn are also random variables. കാരണം xi's റാൻഡം ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഫംഗ്ഷൻ ഓഫ് xiയും റാൻഡം ആയിരിക്കും. അപ്പോൾ zi's എന്താണ്? റാൻഡം വേരിയബിൾസ് ആണ്. സോ വാട്ട് ഈസ് log of ലാംഡ എൻ ഓഫ് എക്സ്? ലോഗ് ഓഫ് ലാംഡ എൻ ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എന്താ വരിക? ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ പ്രൊഡക്റ്റാണ് വരുന്നത് അല്ലേ, പ്രൊഡക്റ്റാണ് വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രൊഡക്റ്റ് ഐ ഫ്രം 1 to n എന്നത് ഒരു വേർഡിൽ ഞാൻ ചെയ്ത് കാണിച്ചു തരാം.
ഇതാണ് വരിക ലാംഡ എൻ ഓഫ് എക്സ് എന്ന് പറയുന്നത്. സോ വാട്ട് വിൽ ബി ദ ലോഗ് ഓഫ് ലാംഡ എൻ ഓഫ് എക്സ്? ലോഗ് കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്താവും? ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ സം ആയിട്ട് എഴുതാം അല്ലേ? എങ്ങനെ എഴുതാം? ഇതൊരു സിംഗിൾ എഫ് തീറ്റ 1 എക്സ് ഐ ബൈ എഫ് നോട്ട് ഓഫ് എക്സ് ഐ ഒരു സിംഗിൾ ടേമായിട്ട് കണക്കാക്കിയാൽ നമുക്കിതിനെ എങ്ങനെ എഴുതാം? ദിസ് ഈസ് ഈക്വൽ ടു ഇങ്ങനെ എഴുതിക്കൂടെ? ദിസ് ഈസ് ഈക്വൽ ടു എന്താണത്? സെഡ് ഐ എന്നാണ് അല്ലേ? ഓക്കെ. This is equal to some Sn. Sn കൊണ്ട് ഡിനോട്ട് ചെയ്തു. So log of lambda n is equal to Sn. So what will be the criteria? What will be the criteria? Some lambda n greater than or equal to a എന്നാണ്. That implies log of lambda n greater than or equal to log of a. Okay, that implies what is log of lambda n? That is Sn. Sn greater than or equal to small a. Small a means log of a. So that is given here. Then reject h naught. Similarly നമുക്ക് എങ്ങനെ പറയാം? If lambda n less than or equal to b, അല്ലേ? Lambda n less than or equal to b implies log of lambda n less than or equal to log of b
That implies Sn S are not equal to B. അതായത് അക്സെപ്റ്റ് ചെയ്യുന്ന കണ്ടീഷൻ. And if A less than or equal to S and less than or equal to B, we continue by taking one more observation, Zn plus 1. Okay.